हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 30-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. വിഭൂതികളെപ്പറ്റി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഞാൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അതിൽ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വസ്തുക്കൾ കുറേയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി 30-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും തുടരുന്നു. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. മലയാളം: പ്രഹ്ലാദൻ ദൈത്യവർഗത്തിൽ ക്ലിപ്തതയ്ക്കുന്നു കാലവും, സിംഹം മൃഗങ്ങളിൽ പക്ഷിവർഗത്തിൽ വൈനതേയനും. ദൈത്യാനാം പ്രഹ്ലാദ, ദൈത്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദൻ ഞാനാകുന്നു. കലയതാം കാലഹ, എല്ലാം എണ്ണി കണക്കാക്കുന്ന അളവുകളിൽ കാലവും ഞാനാകുന്നു. മൃഗാണാം മൃഗേന്ദ്ര, മൃഗങ്ങളുടെ രാജാവായിട്ടുള്ള സിംഹം ഞാനാകുന്നു. പക്ഷിണാം, പക്ഷികളിൽ വൈനതേയശ്ച, ഗരുഡനും ഞാനാകുന്നു. അഹമസ്മി, ഇതെല്ലാം ഞാനാണ്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം. ഇപ്പോൾ ഹിരണ്യകശിപുവിൻ്റെയും പ്രഹ്ലാദൻ്റെയൊക്കെ കഥ വളരെ പ്രസിദ്ധമാണ്. നമ്മൾ നാരായണീയത്തിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അസുരവംശത്തിൽ ജനിച്ചാൽ പോലും ഏറ്റവും ഭക്തനായിട്ട്, ഭഗവാൻ ഭക്തനായിട്ട് ജീവിച്ച ആളാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ അത്രയും ശ്രേഷ്ഠനായതുകൊണ്ട് അസുരവർഗത്തിൽ ജനിച്ചിട്ടും എൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ, ആ പ്രഹ്ലാദൻ ഞാൻ തന്നെയാകുന്നു. ഇനി കാലം, എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ ഒരു ഒരു കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ നമ്മൾ ഭാവി, ഭൂതം, വർത്തമാനം, ഇങ്ങനെയൊക്കെ ആ കാലത്തെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ് ശരിക്കും. അപ്പം ഈ കാലം മുഴുവനും, അതായത് നമ്മുടെ ജനനത്തിൽ തൊട്ട് മരണം വരെയുള്ള കാലഘട്ടം മുഴുവനായിട്ടും ഞാൻ തന്നെയാകുന്നു. എണ്ണിക്കണക്കാവുന്ന അളവുകളിൽ ഏറ്റവും ശ്രേഷ്ഠം കാലമാണ്, അത് ഞാനാണ്. മൃഗങ്ങളിൽ വെച്ച് മൃഗാണാം ച മൃഗേന്ദ്രോഹം, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മൃഗങ്ങളുടെ രാജാവാണ് അല്ലേ സിംഹം. നമ്മൾ കഥകളിലൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്, കാട്ടിലെ രാജാവാണ് സിംഹം എന്ന്. അതും ഞാൻ തന്നെയാകുന്നു. ഇപ്പോൾ കഴിഞ്ഞതിൽ സർപ്പങ്ങളുടെ രാജാവാണ് എന്ന് പറഞ്ഞു. ഇവിടെ പറയണത് മൃഗങ്ങളുടെ രാജാവാണ് ഞാൻ. ആ രാജാവായിട്ടുള്ള സിംഹം ഞാനാണ്. വൈനതേശ്ച പക്ഷിണാം, പക്ഷികളിൽ വെച്ച് ഗരുഡൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പക്ഷിയാണ് ഗരുഡൻ. ഭഗവാന്റെ വാഹനമാണ്, അതും ഞാനാകുന്നു. സിംഹത്തിനെ മറ്റ് കാട്ടിലെ ജന്തുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വീര്യം സിംഹത്തിനാണ്. ഗാംഭീര്യം ഉള്ള ഒരു മുഖമാണ്, അന്തസ്സ്, കണ്ടാൽ തന്നെ ഒരു ഭംഗിയാണല്ലേ സിംഹത്തിനെ കാണാൻ. പക്ഷെ പേടിയാണെന്നേ ഉള്ളൂ. എങ്കിലും നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എടുപ്പുള്ള ഒരു പ്രകൃതിയാണ്, അല്ലെങ്കിൽ ഒരു മുഖമാണ്. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളെ മുഴുവനായിട്ടും തൻ്റെ വരുതിയിൽ നിർത്തുക എന്നുള്ള ഒരു കഴിവും കൂടെ സിംഹത്തിനുണ്ട് എന്നതുകൊണ്ട് സിംഹത്തെയാണ് എപ്പോഴും കാട്ടിലെ രാജാവായിട്ട് നമ്മൾ പറയുന്നത്. അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള സിംഹം ഞാനാകുന്നു. ഇനി പക്ഷികളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പക്ഷിയാണ് ഗരുഡൻ. ആ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. ആ പക്ഷി ശ്രേഷ്ഠൻ ഞാനാകുന്നു. ഇനി 31-ാമത്തെ ശ്ലോകം. പവതാമസ്മി രാമശസ്ത്രഭൃതാമഹം ഝഷാണാം മകരശ്ചാസ്മി സ്രോതസ്സാസ്മി ജാഹ്നവി. സ്രോതസാം അസ്മി ജാഹ്നവി. മലയാളം: പവനൻ ശുദ്ധികാരർക്കും രാമൻ യോധൃഗണങ്ങളിൽ മകരം മത്സ്യജാലത്തിൽ ഗംഗയല്ലോ നദങ്ങളിൽ.
പവ പവതാം പവനഹ, ശുദ്ധീകരിക്കുന്നതാണ് എപ്പോഴും കാറ്റ്, അല്ലേ? വെയിലും കാറ്റുമാണ് എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നത്. നമ്മളിപ്പം തുണികളൊക്കെ ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് അതിനെ കഴിയുന്നതും വെയിലത്തിട്ടാണ് ഉണക്കുന്നത്. അത്രയും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. എല്ലാറ്റിനും എന്ത് സാധനങ്ങളും വെയിലത്ത് ഉണക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ വെയിലും അതിൻ്റെ ഒപ്പം തന്നെ കാറ്റും ഉണ്ടാവുമല്ലോ. വെയിൽ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ സൂര്യൻ ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സൂര്യൻ്റെ ചൂടുണ്ടെങ്കിൽ മാത്രമേ കാറ്റും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കാറ്റിനെ മാത്രമായിട്ട് പറഞ്ഞത്. ശുദ്ധീകരണ വസ്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കാറ്റ്. ആ കാറ്റ് ഞാൻ തന്നെയാണ്. ശസ്ത്രഭൃതാം രാമഃ, ആയുധധാരികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് കൽപ്പിക്കപ്പെടുന്നത് ശ്രീരാമസ്വാമിയാണ്. രാമായണത്തിൽ ശ്രീരാമചന്ദ്രനെ ആദർശപുരുഷനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നോക്കാമല്ലേ. ഒരു മകൻ എന്നുള്ള നിലയിൽ, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ, സുഹൃത്ത്, യോദ്ധാവ്, ആചാര്യൻ, രാജാവ് എന്നീ നിലകളിലെല്ലാം തന്നെ എല്ലാവരുടെയും റോൾ മോഡൽ അല്ലെങ്കിൽ മാതൃകയാണത്രേ ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ഈ ശ്രീരാമസ്വാമി പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെ ദുർഘടങ്ങളും ദുസ്സഹമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്ന് സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അവതാരമായിരുന്നു രാമാവതാരം, അല്ലേ? ആദ്യം മുതൽക്ക് തന്നെ കഷ്ടങ്ങളായിരുന്നു. നമ്മൾക്കറിയാം രാമായണ കഥ മുഴുവനായിട്ടും. നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ രാമായണം വായിക്കുന്നതും ചൊല്ലുന്നതുമാണ്. വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠൻ ശസ്ത്രഭൃതാം ശ്രേഷ്ഠഃ രാമഃ, ആ ശ്രീരാമൻ ഞാനാകുന്നു. ഝഷാണാം മകരശ്ച, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മത്സ്യം മകരമത്സ്യമാണ്. ആകൃതിയിലാണെങ്കിലും ഉഗ്രതയിലാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠൻ മകരമത്സ്യം തന്നെയാണ്. ഭഗവാന്റെ കുണ്ടലങ്ങൾ വരെ മകരകുണ്ടലങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങളാണ് ഭഗവാനെ. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മത്സ്യജാതികളിൽ, ജലജീവികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ മകരമത്സ്യം ഞാനാണ്. സ്രോതസാം അസ്മി ജാഹ്നവി, നദികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും പുണ്യമാണ് എന്ത്? ഗംഗാനദി. ഭഗീരഥ രാജാവിൻ്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സൂര്യവംശത്തിൻ്റെ രാജാവായിട്ടുള്ള ഭഗീരഥ മഹർഷി തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ദേവലോകത്തു നിന്ന് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ് ഉണ്ടായത്. ധാരാളം തടസ്സങ്ങൾ വന്നു. അതിൻ്റെ ഇടയിൽ ഈ ഉള്ള ഒരു തടസ്സമാണ് ഈ ജഹ്നവി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്ത് കൂടെ ഗംഗാനദി ഒഴുകിയപ്പം ആ ആശ്രമം തന്നെ മുഴുവനായിട്ടും മുങ്ങിപ്പോവാനുള്ള ഒരു വെള്ളം അവിടെ വന്നു. നദി ഒഴുകി വരികയാണല്ലോ. ആശ്രമം മുങ്ങുമെന്ന് കണ്ടപ്പം ജഹ്നു എന്താ ചെയ്തേച്ചാൽ ആ ഗംഗയെ മുഴുവൻ കുടിച്ചു വറ്റിച്ചു എന്നാണ് പറയുന്നത്. കൈക്കുമ്പിളിലെടുത്തിട്ട്, ഒരു കയ്യിലെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഗംഗാനദിയിൽ നിന്ന്, അത് മുഴുവനായിട്ടും പാനം ചെയ്തു എന്നാണ് കഥ. പിന്നീട് ഭഗീരഥ മഹർഷി അദ്ദേഹത്തെ ജഹ്നു മഹർഷിയെ പ്രസാദിപ്പിച്ചു. അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു വിട്ടുതരണം എന്ന്. അതിൻ്റെ ഫലമായിട്ട് ജഹ്നു മഹർഷിയുടെ ചെവിയിൽ കൂടെയാണത്രേ ഈ ഗംഗാനദി പുറത്തു വന്നത്. ഇത് നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഗംഗാനദി ഞാൻ തന്നെയാകുന്നു. ഇനി 32ാമത്തെ ശ്ലോകം. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹ അർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദപ്രവദതാമഹം. മലയാളം. ജന്മങ്ങൾക്കാദിമധ്യങ്ങൾ അന്ത്യവും ഞാൻ കുരുദ്വഹ, വിദ്യയ്ക്കധ്യാത്മമാത്രേ അത്രേ ഞാൻ വാദികൾക്കിഹ ചർച്ചയും. അർജുന, അല്ലയോ അർജുന, സർഗാണാം ആദിഹി മധ്യം അന്തഃ ച അഹമേവ. ആദ്യം നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
തൻ്റെ വിഭൂതികളെപ്പറ്റി വിസ്തരിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികളിൽ ആദി ഞാനാണ്, മധ്യം ഞാനാണ്, അന്തവും ഞാൻ തന്നെയാണ്. അതൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്. എല്ലാ സർവ്വജീവജാലങ്ങളുടെയും സത്ത ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ സൂചിപ്പിച്ചത്. അതൊന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. വിദ്യാനാം അധ്യാത്മവിദ്യ, വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യയാണ് അധ്യാത്മവിദ്യ. അതായത് ഭഗവാനെ അറിയാനുള്ള വിദ്യ. ഞാൻ എന്നെ തന്നെ അറിഞ്ഞാലും മതി. ബിക്കോസ് എന്താ കാരണം വെച്ചാൽ ഞാൻ തന്നെയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ അറിയാനുള്ള വിദ്യയാണ് വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം. ഏതൊരു വിദ്യ അറിഞ്ഞാലാണോ നമ്മൾക്ക് ഭഗവാനെ അറിയാൻ പറ്റുന്നത്, ആ വിദ്യ ഞാൻ തന്നെയാകുന്നു. പ്രവദതാം വാദഹാച്ച അഹം, വാദിക്കുന്നവരുടെ വാദവും ഞാനാണ്. സാധാരണ ചർച്ചകൾ നടക്കുമ്പോൾ, ഈ വാദങ്ങൾ നടക്കുമ്പോൾ, വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് 3 വിധത്തിലാണത്രേ ഉണ്ടാവുക. ഒന്ന് ജൽപ്പം, ഒന്ന് വിദണ്ഡം, ഒന്ന് വാദം. അപ്പോൾ കടുത്ത വിമർശനങ്ങളും വളരെ ശക്തമായിട്ടുള്ള മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും കൂടിയ പ്രസ്താവനകളും അത് ഉറക്കെ പ്രസ്താവിക്കുകയും സ്വന്തമായിട്ട് ഞാൻ പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ജൽപ്പം, ആദ്യം പറഞ്ഞത്. പിന്നീട് നമ്മൾ തെറ്റാണെങ്കിൽ പോലും തോൽവി സമ്മതിക്കാതെ കുബുദ്ധി എന്ന് പറയില്ലേ, അതേപോലെ നല്ല മാർഗങ്ങളും ചീത്ത മാർഗങ്ങളോ മാർഗങ്ങൾ എന്തോ ആയിക്കോട്ടെ, ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എതിരാളിയെ എങ്ങനെയെങ്കിലും മുട്ടുകുത്തിക്കണം എന്ന രീതിയിൽ വാദിക്കുന്നതാണ് വിദണ്ഡം. മൂന്നാമത്തത് യുക്തിയുക്തമായിട്ടുള്ള ചർച്ചകളിലൂടെ സാധാരണ സത്യം കണ്ടെത്താനുള്ള ശ്രമമാണ്. ഏത്? വാദം. അതുകൊണ്ടാണ് വാദപ്രതിവാദത്തിലെ വാദവും പ്രവദതാം വാദഹച്ച അഹം എന്ന് പറഞ്ഞത്. അപ്പോൾ ജൽപ്പവും വിദണ്ഡവും സാധാരണ നടക്കാറുണ്ടെങ്കിൽ പോലും അത് അത്ര നല്ലതല്ല. അത് ഇപ്പോൾ പറഞ്ഞല്ലോ, അതിനെ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നല്ല മാർഗമല്ല അത്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സത്യം കണ്ടെത്താനുള്ള യുക്തിയുക്തമായ ചർച്ചയാവാം അവിടെ. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സമാധാനപരമായിട്ട് നമ്മൾ വാദിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓരോ തത്വങ്ങളാണ്. അവർക്കതിനെ എതിർക്കാം, അവർക്കതിനെ അനുകൂലിക്കാം. ഏതായാലും അങ്ങനെ ചർച്ച നടത്തിയിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത്, അതാണ് ശരിയായിട്ടുള്ള വാദം. അത് മാത്രമേ വിജയം നേടുകയുള്ളൂ. മറ്റേതെല്ലാം ഈ ജൽപ്പം നടത്തിയാലും വിദണ്ഡം നടത്തിയാലും അതൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ പറയാം എന്നല്ലാതെ അതിലൊരു വിജയം അവർക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാദങ്ങളിൽ പ്രവദതാം വാദഹ, ഏറ്റവും ശ്രേഷ്ഠം വാദമാണ്. ആ വാദം ഞാനാണ്. ഇപ്പം 32 ശ്ലോകങ്ങളിലാണ് വിഭൂതികളെ പറ്റി പറഞ്ഞത്. ഇപ്പോൾ കാറ്റിനെ പറ്റി പറഞ്ഞു, ശ്രീരാമസ്വാമിയെ പറ്റി പറഞ്ഞു, മകരമത്സ്യത്തെ പറഞ്ഞു, ഗംഗ പുണ്യനദികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഗംഗയാണെന്ന് പറഞ്ഞു, എല്ലാ സൃഷ്ടികളുടെയും ആദിയും അന്തവും മധ്യവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. വിദ്യകളിൽ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠം അധ്യാത്മവിദ്യയാണ്. അതായത് എന്നെ അറിയുക, ഭഗവാനെ അറിയുക. എന്നെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അറിയുന്നതിനും അങ്ങനെ പറയാം. എന്താ കാരണം വെച്ചാൽ നമ്മൾ തന്നെയാണ് ഭഗവാൻ. ഇനി വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ വാദവും ഞാനാകുന്നു. അപ്പോൾ നമ്മൾ കുറച്ചധികം ശ്ലോകങ്ങളായി തുടങ്ങിയിട്ട് 21ാമത്തെ ശ്ലോകം മുതലാണ് 20ാമത്തെ ശ്ലോകം മുതൽ 21ാമത്തെ ശ്ലോകം മുതലാണ് വിഭൂതികളെ പറ്റി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ 33ാമത്തെ ശ്ലോകത്തിലെത്തി. ഇത്രയും നേരം നമ്മൾ പല ശ്രേഷ്ഠനുള്ളതോ ജീവനില്ലാത്തതോ ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിലെല്ലാം ഭഗവാൻ ഉണ്ട്. സർവ്വവ്യാപിത്വം തന്നെ, ഭഗവാന്റെ സർവ്വവ്യാപിത്വം തന്നെയാണ് വെളിവാക്കുന്നത്. ഇതെല്ലാം ഞാൻ തന്നെയാണ് അർജുന എന്ന് ഒന്നുകൂടെ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ദിവസം 33ാമത്തെ ശ്ലോകം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു.